നമ്മൾ മിക്കവാറും എപ്പോഴും സ്വാമിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ എപ്പോഴാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചോദ്യം ഇതാണ്, എപ്പോഴാണ് സ്വാമി നമ്മളെക്കുറിച്ച് ചിന്തിക്കുക? നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, ഭഗവാൻ എപ്പോഴാണോ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക? ഭഗവാൻ സുന്ദരമായിട്ടുള്ള മറുപടി അതിന് പറയുന്നുണ്ട്. എപ്പോഴൊക്കെയാണോ നീ എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോഴെല്ലാം ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യാതെ, എപ്പോഴെല്ലാമാണോ നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അപ്പോഴെല്ലാം ഭഗവാൻ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നുകൂടി സ്വാമി പറഞ്ഞു, നിന്റെ ചിന്ത സ്വാമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര ശക്തമായിട്ടാണോ ഭാവത്തോടു കൂടിയാണോ നീ ചിന്തിക്കുന്നത്, അതേ ഭാവത്തോടു കൂടി അതേ ശക്തിയോടു കൂടിയായിരിക്കും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാമിയെക്കുറിച്ച് ചിന്തിച്ചാൽ ഭഗവാൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ എത്ര ശക്തമായിട്ടാണോ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അത്ര ശക്തമായിട്ട് ഭഗവാൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഹരിചിന്തനം, സർവദാ ഹരിചിന്തനം, എപ്പോഴും സായി ചിന്തനം. സ്വാമിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും സ്വാമി നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റും ഭഗവാൻ ഉണ്ടാവും, അകത്ത് ഭഗവാൻ ഉണ്ടാവും, നമ്മുടെ ചുറ്റും ഭഗവാൻ ഉണ്ടാകും. നമ്മളെപ്പോഴും ഭഗവാനെക്കുറിച്ച് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത്, വേറൊരു ചിന്തയുമില്ലാതെ ഈശ്വരനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ വാക്ക് നമ്മൾ ഓർക്കണം. നമ്മളെപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ശക്തമായിട്ട് ചിന്തിക്കുക, കാഷ്വലായിട്ടല്ല, വളരെ ശക്തമായിട്ട് ഭാവത്തോടു കൂടി ചിന്തിക്കുക. സ്വാമി അതേ ഭാവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഭാഗ്യം കിട്ടാൻ സ്വാമി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം.